നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 581st day. Today, Pradhamaskanda, 3rd chapter, 18th ശ്ലോകം. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 581 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. ചതുർദശം നാരസിംഹം ബിഭ്രദൈത്യേന്ദ്രമൂർജിതം ദധാരക്കരജൈക്ഷേരഗാം കടകൃതകൃദ്യത. ഓം തത്സത്. ചതുർദശം നാരസിംഹം ബിഭ്രദൈത്യേന്ദ്രമൂർജിതം ദധാരകരജേക്ഷേരഗാം കടകൃദ്യത. ഓം തത്സത്. ഇപ്രകാരമാണ് പദം പിരിക്കേണ്ടത്. ചതുർദശം 14ാമത്, നരസിംഹം ബിഭ്ര ദൈത്യേന്ദ്രം ഊർജിതം. ചതുർദശം നാരസിംഹം ബിഭ്രത് ദൈത്യേന്ദ്രം ഊർജിതം ദധാര കരജൈ വക്ഷസ്യ ഏരകാം കടകൃത് യഥാ. അർത്ഥം: ചതുർദശം എന്ന് പറഞ്ഞാൽ 14ാമത്, നരസിംഹരൂപത്തെ ബിഭ്രത് ധരിച്ചിട്ട്, അല്ലെങ്കിൽ ഭരിച്ചിട്ട്, രണ്ടും പറയാം, ഭരിച്ചിട്ട് അല്ലെങ്കിൽ ധരിച്ചിട്ട്, ഊർജിതം മഹാബലവാനായ, ദൈത്യേന്ദ്രം ഹിരണ്യകശിപു ആയിട്ടുള്ള ദൈത്യന്മാരുടെ ഇന്ദ്രൻ, അതായത് അസുരന്മാരുടെ ദേവനായിട്ടുള്ള ഹിരണ്യകശിപുവിനെ, വക്ഷസി മാറിടത്തിൽ, കരജൈ എന്ന് പറഞ്ഞാൽ നഖങ്ങൾ കൊണ്ട്, വക്ഷസി കരജൈ വക്ഷസി, ഏരകം എന്ന് പറഞ്ഞാൽ ഒരു പുല്ലാണ്, ഏരകാം യഥാം ഏരകം എന്ന പുല്ലിനെ പോലെ, കടകൃത് എന്ന് പറഞ്ഞാൽ പായ ഉണ്ടാക്കുവാൻ, പായയാണ് കടകൃത് എന്ന് പറഞ്ഞാൽ പായ ഉണ്ടാക്കുന്നവൻ, ദധാര കീറി, അതായത് 14ാമത്തെ അവതാരമായിട്ടുള്ള നരസിംഹമൂർത്തി അതിശക്തിമാനും അസുരാധിപതിയുമായ ഹിരണ്യകശിപുവിനെ തൻ്റെ കൈനഖങ്ങൾ കൊണ്ട് പുൽപ്പായ ഉണ്ടാക്കുന്നവൻ. ഈ ഏരകം സംസ്കൃതത്തിലാണ്, മലയാളത്തിൽ ചേങ്ങോൽ എന്ന് പറയും. ചേങ്ങോൽ എന്ന പുല്ലിനെ കീറുന്നതുപോലെ, പൊളിക്കുന്നതുപോലെ പൊളിച്ചു വേർപെടുത്തി, കീറി ഇല്ലാതാക്കി, കൊന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. 14ാമത്തെ അവതാരമായിട്ടുള്ള നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ ഏരകപ്പുല്ല് എപ്രകാരമാണോ പായ ഉണ്ടാക്കുവാൻ കീറുന്നത്, അപ്രകാരം അദ്ദേഹത്തെ കീറി കൊന്നു എന്നാണ്, തൻ്റെ നഖങ്ങൾ കൊണ്ട് കീറി കൊന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കരജൈ എന്ന് പറഞ്ഞാൽ നഖങ്ങളാണ്, തൻ്റെ നഖങ്ങൾ കൊണ്ട് കീറി കൊന്നു. അത് ആയുധത്താൽ കൊല്ലാൻ പാടില്ല എന്നുള്ള വരം വാങ്ങിയിരുന്നു. ആ വരങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ കൊല്ലാൻ പാടില്ല, മൃഗം കൊല്ലാൻ പാടില്ല, ആയുധം കൊല്ലാൻ പാടില്ല, രാത്രി പാടില്ല, പകൽ പാടില്ല, ഇങ്ങനെയുള്ള പലതരം വരങ്ങളും ഈ ദൈത്യേന്ദ്രനായിട്ടുള്ള ഹിരണ്യകശിപു നേടിയിരുന്നു. ആ വരങ്ങൾക്കെല്ലാം ചേരുന്ന മാതിരി സന്ധ്യാസമയത്ത് അകത്തും പുറത്തുമല്ലാതെ പടിയിലിരുന്നു കൊണ്ട്, ആകാശത്തും ഭൂമിയിലുമല്ലാതെ തുടയിൽ വെച്ചുകൊണ്ട്
ആയുധമല്ലാതെ തൻ്റെ നഖങ്ങൾ കൊണ്ട് മനുഷ്യനും മൃഗവുമല്ലാത്ത നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ കൊന്നു. അത് എപ്രകാരം കൊന്നു എന്നുള്ളതിന് ഉപമയായിട്ടാണ് പായ ഉണ്ടാക്കുവാൻ ഏരകപ്പുല്ലിന് കീറുന്നത് പോലെ കീറിയിട്ട് കൊന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ചതുർദശം നാരസിംഹം ബിഭ്രദ്ദീത്യേന്ദ്രമൂർജിതം ദദാരകരജീർവക്ഷസ്യേക ഏരകാം കടകൃദ്ധ്യത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.